ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കട്ടെ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ ഒരു ടാർജറ്റ് ഉണ്ട് 1K ലൈക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കമ്മീഷണർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഗൗതമിനെയാണ്. അങ്ങനെ ഗൗതം ഒരുപാട് നന്ദി പറയുകയാണ്. സാറേ, ഏതായാലും എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഇപ്പം അഭിരാമി രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട്. ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് സാറേ എന്ന് പറയുമ്പോഴത്തേക്കും, ദേ താൻ എനിക്കല്ല നന്ദി പറയേണ്ടത്, താൻ എന്നോടല്ല നന്ദി പറയേണ്ടത്. ആ രക്ഷിച്ച ബന്ധു, അഭിരാമിയെ രക്ഷിച്ച ബന്ധുവില്ലേ, ആ ബന്ധുവിനോടാണ് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞപ്പം, ആ ബന്ധു ആരാണെന്നോ എന്താണെന്നോ അറിയാതെ നമുക്കൊരു നന്ദി വാക്കുമായിട്ട് എനിക്ക് അവിടെ ചെല്ലാൻ പറ്റില്ലല്ലോ സാർ എന്ന് പറയുമ്പം, അതെങ്ങനെ താൻ അറിയില്ലെന്ന് പറഞ്ഞു. ആ രക്ഷിച്ച ബന്ധുവിനെ തനിക്ക് നന്നായിട്ട് അറിയാം. അഭിരാമിയോട് സ്നേഹമുള്ളതിനേക്കാൾ സ്നേഹം കൂടുതൽ അത് ഇപ്പം ഞാൻ എങ്ങനെയാ പറയുക എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഗൗതമിനോട് ആ ബന്ധുവിന് ഏറെ സ്നേഹം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഭിരാമിനെ രക്ഷിക്കാൻ കാരണം. എന്താ സാറി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹെടോ, ഇനി എന്ത് മനസ്സിലാക്കാനാടോ? ഹെടോ, ആ ബന്ധു വേറെ ആരുമല്ല, അളക്കതന്ത. ഇത് കേട്ടത് നമ്മുടെ ഗൗതം ഒന്ന് ഞെട്ടി നിന്നു കേട്ടോ. ഗൗതം, എന്താ സാർ പറയുന്നത്? നന്ദയോ? നന്ദ എങ്ങനെ അഭിരാമിയുടെ ബന്ധുവായി? അതാണ് പറയുന്നത്, സ്നേഹം. തനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നല്ലോ, തന്റെ ഭാര്യയാണ് അഭിരാമീനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് എന്നും ഈ അവസ്ഥയിലാക്കിച്ചതെന്നൊക്കെ. ഏതായാലും അന്ന് തന്നെ എന്നെ നന്ദയും അർജുനും വന്ന് കണ്ടിരുന്നു. അവളുടെ മനസ്സിലെ എല്ലാ വിഷമവും എന്നോട് പറയുകയും ചെയ്തു. പിന്നെ ഞാനൊരു ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് ഇതിന്, അല്ലാതെ എൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇല്ല കേട്ടോ. എല്ലാം നന്ദ തന്നെയാണ് ചെയ്തത്. തന്നെ ചെയ്ത് ഇപ്പം അഭിരാമിനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും കുഞ്ഞിനെ അഭിരാമിനെയും സുരക്ഷിതയാക്കുകയും ചെയ്തു. അത് തൻ്റെ ഭാര്യയ്ക്ക് തന്നെ കൊടുക്കണം ആ ക്രെഡിറ്റ് എന്ന് പറയുമ്പം, ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. ഞാൻ നന്ദേനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു. തൻ്റെ കുറ്റപ്പെടുത്തലും തൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് പറയുന്നുണ്ടായിരുന്നു നന്ദ. ഏതായാലും നന്ദ ചെയ്തതൊരു വലിയ കാര്യമാണോ? ഇതുവരെ ഒരു ഭാര്യയും ഒരു ഭർത്താവിനും ചെയ്തു കൊടുക്കാത്ത അത്രയ്ക്കും വലിയ കാര്യം. ഏതായാലും നന്ദയോട് ഒരു നന്ദി വാക്ക് പറയണം. ഞാൻ എങ്ങനെയാ സാർ നന്ദയുടെ മുഖത്ത് നോക്കുന്നത്? ഞാൻ അവളെ എന്തൊക്കെ പറഞ്ഞിരുന്നു? ഹേയ്, താൻ അങ്ങ് കൂളായിട്ട് ചെല്ലുക, കൂളായിട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് പറയുക. അതുമാത്രമല്ലേ ഉള്ളൂ. എന്തിനാണോ ഈ ഫോർമാലിറ്റി ഒക്കെ നിങ്ങൾക്കിടയിൽ? ഏതായാലും നന്ദയ്ക്ക് തന്നോട് ഭയങ്കര സ്നേഹം തന്നെയാണ്. ഒരിക്കലും ഒരു ഭർത്താവിനും കിട്ടാത്ത ഒരു ഭാര്യ നന്ദ. കാരണം അത്രമാത്രം നന്ദ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതുവരെ ഞാനിങ്ങനെ സ്നേഹിക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടില്ല കേട്ടോ. ഏതായാലും തൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ നന്ദേനെ കാണാനായിട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗൗതം. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ കാണിക്കുന്ന ഇന്ദിവരം തറവാട്ടിൽ നമ്മുടെ നയനയുടെ ഒരു കിടിലൻ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇത് കഴിച്ചിട്ടാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമായിട്ടോ. ഏതായാലും ഇത് കഴിച്ച ഉടനെ തന്നെ അരുന്ധതി പറഞ്ഞു, ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട് മോളെ, ആദ്യമായിട്ട് ഞാൻ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇത് നല്ല ഫുഡാണെന്ന് അമ്മയുടെ വായിന്ന് കേട്ടല്ലോ, അത് മതി. അർജുൻ അപ്പോഴത്തേക്കും വന്നു. അർജുൻ വന്നപ്പോഴത്തേക്കും അർജുനോട് പറഞ്ഞു, എടാ അർജുനെ വാടാ, ദേ ഞാനുണ്ടാക്കിയ ഫുഡാണ്, ഒന്ന് കഴിച്ചു നോക്കടാ, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ, ഒരു അടിപൊളി ഒരു പലഹാരമാണെന്ന് പറഞ്ഞു. ഏതായാലും അർജുൻ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വാരി കൊടുത്തപ്പോഴത്തേക്കാണ് നമ്മുടെ പിങ്കി വന്നത്. പിങ്കിക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് കാലി വന്നു കേട്ടോ. പിങ്കി ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പൊ പിങ്കിനെ കണ്ടത് നയന പറഞ്ഞു, ഓ പിങ്കി വന്നായിരുന്നോ, ബാ പിങ്കി, ദേ ഞാനൊരു സൂപ്പർ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ദേ പിങ്കി എന്നോട് ഉള്ള പിണക്കമൊന്നും മാറിയില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്തിനാ നമ്മൾ തമ്മിൽ പിണങ്ങുന്നത്? എനിക്കൊരു പിണക്കവും ഇല്ല. ആര് പറഞ്ഞു? പിങ്കി നോണ പറയരുത് കേട്ടോ, എന്നോട് നല്ല പിണക്കമുണ്ട് തനിക്ക്. ഹേയ്, എനിക്ക് പിണക്കമൊന്നുമില്ല, ഞാനൊന്നും മനസ്സ് വെച്ച് കൊണ്ട് നടക്കാറില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ, ഞാൻ നെഗറ്റീവായിട്ട് എടുക്കാറില്ല. അതുമല്ല, എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മനസ്സ് കൊണ്ട് നടക്കില്ല, അത് ഞാൻ എപ്പോഴെങ്കിലും വിട്ട് കളയും. എങ്കിൽ വിട്ട് കളഞ്ഞോ? എങ്കിൽ പിങ്കി ഇങ്ങോട്ട് വന്നേ. പിങ്കി ഇങ്ങ് വന്നിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ, നല്ല സൂപ്പർ സാധന. ഇതെന്താ പാൽപ്പേടയോ? അപ്പോഴത്തേക്കാണ് അരുന്ധതി ചോദിച്ചത്, ഇതിന്റെ പേര് പാൽപ്പേടാന്നാണോ? അപ്പൊ പിങ്കിക്ക് ഈ പലഹാരത്തെ കുറിച്ചൊക്കെ അറിയാമോ? എനിക്കറിയാം, നോർത്തിലൊക്കെ ഈ പലഹാരം ഭയങ്കര ഫേമസാ. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല ഈ പലഹാരം ഇരിക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. പിന്നെ ഈ പലഹാരത്തിന്റെ ഷേപ്പും ഇങ്ങനെയല്ല, അപ്പൊ ടേസ്റ്റും ഇങ്ങനെയാകാൻ വഴിയില്ലല്ലോ. അതല്ലേ പിങ്കി ഞാൻ ഇതിനൊരു പേരിടാത്തത്. പാൽപ്പേട എന്ന് പറയാൻ എനിക്ക് തന്നെ തോന്നുന്നില്ല, കാരണം പാൽപ്പേടയുടെ ഷേപ്പും ഇല്ല. പക്ഷെ ഇതിന് പാൽപ്പേടേനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ദേ ഒന്ന് ശകലം കഴിച്ചു നോക്കാൻ പറഞ്ഞാൽ സ്പൂൺ എടുത്ത് ശകലം കോരി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, ഞാൻ വേറെ ആരും കഴിച്ച സ്പൂണിൽ നിന്ന് ഞാൻ കഴിക്കാറില്ലെന്ന് പറഞ്ഞപ്പോ, ഇത് വേറെ ആരും കഴിച്ച സ്പൂണല്ല, ഇത് നിന്റെ ഭർത്താവ് അർജുൻ കഴിച്ച സ്പൂണാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് ഒരു പരിങ്ങലായിട്ടോ, പിങ്കിക്ക് ഒരു പരിങ്ങലായിട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ നയന മനസ്സിൽ വിചാരിക്കുന്നത്, ഇവള് മിക്കവാറും അർജുനുമായിട്ടൊരു ബന്ധവും നടന്നിട്ടില്ല ഇതുവരെ, ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഇളക്കിയിട്ട് തന്നെ ഒരു കാര്യം ഒന്ന് ഇളക്കി മറിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കിയോട്
നയന പറഞ്ഞു, അതെ നീ ഇപ്പം ഇത് കഴിക്കുക, നിന്റെ ഭർത്താവ് കഴിച്ച സ്പൂണല്ലേ, ഇത് ഷെയർ ചെയ്യുന്നതിന് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഏതായാലും എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ പിങ്കിക്ക് കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതങ്ങനെ പിങ്കി കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നയന പറഞ്ഞു, എനിക്കൊരു കാര്യമുണ്ട്, ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലെ ആ ഒരു ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. എന്ത് ക്വസ്റ്റ്യനാ ഇനി നയനയ്ക്ക് ചോദിക്കാനുള്ളത്? നയന എത്രയും പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ കൊണ്ട് പോരട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ അർജുൻ ഏതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ നയനയുടെ ഈ ഒരു ചെറിയ കുട്ടിക്കുറുമ്പൊക്കെ. ഏതായാലും നയന പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പിങ്കിയോട് ചോദിക്കാം. പിങ്കി, നമ്മുടെ ഈ കാക്കപ്പുള്ളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ഈ മറുകിന്റെ വേറൊരു വകഭേദമല്ലേ ഈ കാക്കപ്പുള്ളി? ആ അത് തന്നെ. അത് അർജുന്റെ ശരീരത്ത് ഒരു സ്ഥലത്തുണ്ട്. അതെവിടെയാണെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. എവിടെന്ന്? നമ്മുടെ പിങ്കിക്ക് വല്ലതും അറിയാമോ? ഇതുവരെ ഒരു ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് നമ്മുടെ പിങ്കിക്ക് ഇതറിയാവുന്നത്? പിങ്കി അമ്പരന്ന് ഇങ്ങനെ നിന്നു കേട്ടോ. പിങ്കി ഇങ്ങനെ അമ്പരന്ന് നിന്നപ്പം അതറിയില്ല പിങ്കിക്ക്. ഹോ, എന്താ പിങ്കി ഇത്, നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ, പിന്നെ ഇതൊക്കെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ദേ ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഷർട്ട് പൊക്കിയിട്ട് ആ വയറിൻ്റെ അവിടെ ഒരു കാക്കപ്പുള്ളി കാണിച്ചു കൊടുത്തു. ഇത് കണ്ടതും നമ്മുടെ പിങ്കി ഞെട്ടിപ്പോയിട്ടോ. അപ്പം അവിടെ നിന്ന് നമ്മുടെ നയന പറഞ്ഞു, അപ്പം നിങ്ങൾ ഇതുവരെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടില്ലേ? അല്ല, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കാണേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇത് ഇതുവരെ കണ്ടിട്ടുമില്ല. അവിടെ ചമ്മി നാറി പിങ്കി നിന്നു. പിന്നെ ഈ സമയത്ത് നമ്മുടെ ഗൗതം എത്തുകയാണ്. ഗൗതം നേരെ നന്ദയുടെ റൂമിലേക്കാട്ടോ വരുന്നത്. നന്ദയാണെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോയൊക്കെ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ ആരും ഇല്ല അച്ഛാ, എൻ്റെ കണ്ണീര് തുടയ്ക്കാൻ പോലും ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കരഞ്ഞ് ഫോട്ടോയിൽ നോക്കി സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗൗതം വന്നിട്ട്, നന്ദ നീ എന്താ ഈ കാണിക്കുന്നത്? നീ ഇനി കരയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കണ്ണീര് ഒപ്പിക്കൊടുത്തിട്ട് നമ്മുടെ ഗൗതം പറഞ്ഞു, അത് പിന്നെ ഞാനൊരു സോറി പറഞ്ഞാൽ താന് അത് അംഗീകരിക്കുമോ? ഇനിയിപ്പോൾ എന്തിനാ സാർ സോറിയൊക്കെ? അത് പിന്നെ എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. അഭിരാമിനെ ഒറ്റിക്കൊടുത്തത് അത് നന്ദയല്ലെന്ന് എനിക്ക് മനസ്സിലായി. വേണ്ട സാർ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ഞാൻ തന്നെ ഒറ്റിക്കൊടുത്തത്. അതുകൊണ്ട് ഇനി സാർ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നില്ലെന്ന് പറഞ്ഞപ്പം നന്ദ, ക്ഷമിക്ക് നന്ദ, താൻ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ എനിക്കുള്ളത്? നന്ദയല്ലേ എന്നോട് ക്ഷമിക്കാനുള്ളൂ. ഞാൻ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? മിണ്ടാനും പറയാനും ഞാനല്ലാതെ തനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? പിണക്കം മാറ്റാൻ ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ പിങ്കി അല്ല നന്ദ ചോദിച്ചു, എന്ത് സമ്മാനം സാറ് കൊണ്ടുവന്നേക്കുന്നത്? ഒരു സമ്മാനം എന്ന് പറഞ്ഞ് ആ സമ്മാനം എടുത്ത് കാണിക്കാൻ കേട്ടോ. വേറൊന്നുമല്ല, ആ സമ്മാനം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരി വരും. വാട്ടർ ലെമൺ, തണ്ണിമത്തൻ. ഈ തണ്ണിമത്തൻ കണ്ടതും പെട്ടെന്ന് നമ്മുടെ നന്ദ ഒരൊറ്റ ചിരിയായിരുന്നു കേട്ടോ. നന്ദ പറഞ്ഞു, തണ്ണിമത്തനോ? എന്താ തണ്ണിമത്തൻ നിനക്കിഷ്ടല്ലേ? ഈ തണ്ണിമത്തനേക്കാളും എനിക്കിഷ്ടം ഈ നിൽക്കുന്ന തണ്ണിമത്തനാന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ ഗൗതമിനെ നന്ദ കെട്ടിയൊക്കെ പിടിച്ചു. ആ ഒരു വഴക്ക് ആ ഒരു സീന് കൊണ്ട് ആ വഴക്ക് തീരുകയാണ്. പിന്നെ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് രണ്ടുപേരും കഴിക്കുകയാണ് കേട്ടോ. അല്ല, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പറഞ്ഞു, അല്ല പ്രൊഫസറിന്റെ കാര്യം താൻ എന്താ പറഞ്ഞത്? ഞാൻ ഇടപെടണോ? അതൊന്നും ഇടപെടുവൊന്നും വേണ്ട. എനിക്കെന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും സാറിൻ്റെ ഒരു ചെവി തന്നാൽ മതി, അത് കേൾക്കാൻ. ഒരു ചെവിയല്ല 2 ചെവിയും തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആണോ സാർ എന്ന് ചോദിച്ചു. പിന്നെ രണ്ടുപേരും തമ്മിലുള്ള കുറച്ച് പ്രണയ നിമിഷങ്ങളാണ് കേട്ടോ. അങ്ങനെ അവർ തണ്ണിമത്തനൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്കിയാണ്. പിങ്കിക്കാണെങ്കിൽ കാലിമൂത്ത് ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരു സൈഡിൽ നന്ദ, ഒരു സൈഡിൽ ഇപ്പം നയന. ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ പിങ്കിക്കൊട്ട് സാധിക്കുന്നുമില്ല. ഇതിനിടയിൽ കാക്കപ്പുള്ളി കാണിച്ചു കൊടുത്തൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് എടുക്കുകയാണ്. കാരണം അതൊന്നും താൻ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു തീരെ കുറച്ചിൽ പോലെ ആയിപ്പോയി. കാരണം ഇവർ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചില്ലല്ലോ എന്ന് മനസ്സിലായല്ലോ എന്നോർത്തിട്ട് ഒരു കുറച്ചിൽ പോലെ ഇങ്ങനെ ദേഷ്യം വന്ന് കലിമൂത്തി ഇങ്ങനെ നിൽക്കുക നമ്മുടെ പിങ്കി. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുമോ, അവൾക്ക് സ്വന്തം കാര്യം നോക്കി നിന്നാൽ പോരെ, നാശം പിടിക്കാനായിട്ട് അവൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ മോഹിനിയും പവിത്രയും വന്നു. അപ്പൊ മോഹിനിയും പവിത്രയ്ക്ക് മനസ്സിലായിട്ടോ ഇളക്കം തട്ടി നിൽക്കുകയെന്ന്. അങ്ങനെ മോഹിനി പറഞ്ഞു, പിങ്കി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? പിങ്കിക്ക് എന്താ ഞങ്ങളോടൊരു ദേഷ്യം പോലെ? എനിക്ക് ആരോട് ദേഷ്യമൊന്നുമില്ല. ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? വെറുതെ ഓരോന്ന് ചോദിച്ച് ഇളക്കാതിരുന്നാ മതി. ദേഷ്യമില്ലാന്ന് പറയുകയും ചെയ്യും. തലമുടി നാര് വരെ കലി തുള്ളി നിൽക്കുക. എന്താ ഇതിന്റെ അർത്ഥം? കുന്തം, നല്ല ഒന്നാന്തരം നല്ല കുന്തം. പവിത്രേ, നീ നിന്റെ പാട് നോക്കിപ്പോ, മോഹിനി നിന്റെ അമ്മേനെ വിളിച്ചോണ്ട് പോന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ പവിത്ര പിങ്കി ചേച്ചി എന്തിനാ ഇങ്ങനെ ഞങ്ങളെ വഴക്കുണ്ടാക്കണത്? ഞങ്ങൾ അതിനെന്താ ചെയ്തത് പിങ്കി ചേച്ചിയോട്? നീയൊന്നും ചെയ്തില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ നയനയോട്.
അപ്പോഴത്തേക്ക് മോഹിനി പറഞ്ഞു, ദേ മോളെ സത്യമായിട്ടും എനിക്ക് ഈ നയനയുടെ ആ ഒരു പ്രകൃതം ഒന്നും തീരെ ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല. ഓ എന്നിട്ടാണോ മറുകിൻ്റെയോ കാക്കപ്പുള്ളിയുടെയോ കാര്യം പറയുമ്പോൾ രണ്ടുപേരും കൂടെ നിന്ന് ചിരിച്ചത്? ഓ അത് പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യം ഓർത്ത് ചിരിച്ചതായിരിക്കും മോളെ. അല്ലെങ്കിൽ നയന എന്തൊരു പണിയാ കാണിച്ചത്? പൊതുജന മധ്യത്തിൽ വെച്ച് അപമാനിച്ച പോലെ അല്ലായിരുന്നു ആ ചോദ്യം ചോദിച്ചത്? ആ അതെ 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 പിങ്കി ചേച്ചി, ഭർത്താവിന്റെ ദേഹത്തെ പാടിന്റെയും പുള്ളിയുടെയും കാര്യമൊക്കെ ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി ചോദിക്കാന്ന് പറഞ്ഞാല് കഷ്ടം തന്നെ. അങ്ങനെയല്ലാതെ പിന്നെ എന്താ പറയുക? ആ തല്ലുകൊള്ളിത്തരം എന്ന് വേണം പറയാനേ, നല്ല ഒന്നാം തരം തല്ലുകൊള്ളിത്തരം. ഞാനും അർജുനും തമ്മിൽ എന്താ ബന്ധം ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ ചെകയാനും നോക്കാനും അവളാരാ? അവക്കതിന് എന്താ അവകാശം? അതാ ഇപ്പൊ എന്റെ ചോദ്യം. ഹോ അത് ശരി, അതാ മോള് അവളാരാ? ആ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നയന വന്നത്. നയന വന്നിട്ട് അതാരാണെന്ന് അറിയണോ? എനിക്ക് പിന്നെ ഞാൻ തന്നെ പറഞ്ഞു തരാന്ന് പറഞ്ഞു നയന. നയനേനെ കണ്ടത് ഇവര് ഞെട്ടിപ്പോയി കേട്ടോ. സോറി, ഒരു തെറ്റുണ്ട് കേട്ടോ. നയനയല്ല വന്നത്, നമ്മുടെ സുമംഗലിയാണ് വന്നത്. അപ്പൊ സുമംഗലി വന്നിട്ട് ചോദിച്ചു, അല്ല നയന ആരാണെന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു. നയനയല്ല കേട്ടോ വന്നത്. നയനയാണോ ഇവിടുത്തെ സംസാര വിഷയം? ഒരു വിഷയമാക്കി എടുത്ത് സംസാരിക്കാനുള്ള വലിപ്പമൊന്നും ഇല്ല അവക്കെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സുമംഗലി പറഞ്ഞു, അത് നിങ്ങൾക്ക്, എനിക്കും അർജുനും ഒന്നും അവളെ അങ്ങനെയല്ല. അവള് ഞങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയം തന്നെയാണ്. ഞങ്ങളുടെ ജീവിതത്തില് അവക്ക് നല്ല പ്രാധാന്യവും ഉണ്ട്. കാരണം ബാലേട്ടന്റെ പെങ്ങളുടെ മകളല്ലേ അവള്. ഒരർത്ഥത്തിൽ പറഞ്ഞാലേ മുറപ്പെണ്ണ്, അർജുന്റെ മുറപ്പെണ്ണ അവള്. അതിനുള്ള പ്രാധാന്യം ഇതുവരെ കൊടുത്തിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മോഹിനി പറഞ്ഞു, പിന്നെ എന്ത് പ്രാധാന്യം ഉണ്ടെങ്കിലും പിങ്കിനേക്കാളും വലുതൊന്നും അല്ലല്ലോ അർജുന്റെ ജീവിതത്തിൽ അവക്ക്. അതെ മോഹിനി, നീയല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് അർജുനല്ലേ തീരുമാനിക്കേണ്ടത്, സുമംഗലിയും പറഞ്ഞു. അപ്പൊ പവിത്ര പറഞ്ഞു, ഭാര്യനേക്കാളും വലിയ സ്ഥാനമൊക്കെ ഉണ്ടോ മുറപ്പെണ്ണിന്? അങ്ങനെയല്ല, ഇതൊക്കെ ഓരോ പദവികളല്ലേ. അതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവിതത്തിൽ സ്ഥാനം കിട്ടണമെന്നില്ലല്ലോ. ഇപ്പൊ തന്നെ നയനയ്ക്ക് അറിയാവുന്നതിന്റെ 100-1 അംശം പോലും അർജുനെ കുറിച്ച് പിങ്കിക്ക് അറിയില്ല. അതിനർത്ഥം നയന അർജുന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തിന്റെ 100-1 പ്രാധാന്യം പോലും പിങ്കി അർജുന് കൊടുത്തിട്ടില്ലെന്നല്ലേന്ന് പറഞ്ഞു. ഇത് കേട്ടതും പിങ്കിക്ക് ദേഷ്യം വന്നു കേട്ടോ. കാരണം സുമംഗലിയും പൂർണ്ണമായിട്ട് നയനയുടെ കൂടെയാണെന്ന് പിങ്കിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ പിങ്കി പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയാം. ദേ എന്റെ അർജുന്റെയും കാര്യത്തില് കൈയും കാലും ഇട്ട് അവളെ ഇളക്കാൻ വരണ്ട നീ എന്ന് പറഞ്ഞപ്പോ സുമംഗലി പറഞ്ഞു, പിങ്കിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ പറയാം, അർജുന്റെ കാര്യത്തിൽ അത് പറയാൻ പറ്റില്ല. ചെറുപ്പം മുതൽ അവർ ഒരുമിച്ച് കളിച്ചു വളർന്നതാ രണ്ടാളും. വളർന്നു, അത് മറക്കരുത്. വളർന്നിട്ടും രണ്ടും കണക്കായിരുന്നു. ഏത് നേരം ചിരിയും കളിയും വഴക്കിടലും ഒക്കെയാ. സത്യം പറയാലോ പിങ്കി, രണ്ടാളെ കല്യാണം കഴിപ്പിക്കാൻ വരെ ഞങ്ങൾക്ക് പല പ്ലാനുകളും ഉണ്ടായിരുന്നു. അവര് തമ്മിൽ അത്രയ്ക്ക് ചേർച്ചയുമായിരുന്നു. പിങ്കിയുമായിട്ട് അർജുന്റെ വിവാഹം ഉറപ്പിച്ചതോടെ അവൾ ആ മോഹം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് മോഹിനി പറഞ്ഞു, അല്ല ഈ കുഴിച്ചു മൂടിയതൊക്കെ പുറത്തെടുക്കാൻ വല്ല പദ്ധതിയും ഉണ്ടായിരിക്കുമോ? ആർക്കറിയാം, പിങ്കി അർജുനുമായിട്ട് പിരിയാൻ പോവല്ലേ, അത് കഴിഞ്ഞിട്ട് അറിയാം നയനയുടെ പ്ലാൻ എന്താണെന്ന് സുമംഗലിയും പറഞ്ഞു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി വീണ്ടും കലി തുള്ളാൻ തുടങ്ങി കേട്ടോ. പിങ്കിക്ക് ഇതൊന്നും കേട്ട് നിൽക്കാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ സുമംഗലി പറഞ്ഞു, സംസാരിച്ച് നിന്ന് സമയം പോയി, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, എനിക്ക് അവിടെ ചെന്നിട്ട് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് സുമംഗലി അങ്ങ് പോയി. എന്തോ പോയ അണ്ണാനെ പോലെ നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് പവിത്ര പറഞ്ഞു, ദേ പിങ്കി ചേച്ചി പിരിഞ്ഞു പോണെന്നാന്ന് തോന്നുന്നു അപ്പച്ചിക്ക്. ആയിരിക്കും മോളെ, പിങ്കി പോയി കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയാ അങ്ങ് നടക്കാൻ പോകുന്നതെന്ന് നമ്മുടെ മോഹിനിയും പറഞ്ഞു. അപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു, എങ്കിൽ പിന്നെ അതൊന്ന് കാണണല്ലോ. തൽക്കാലമേ ഈ പിങ്കി എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. ഏതായാലും എന്നെ ഒഴിവാക്കിയിട്ട് ഇവിടെ ആരും വിളിച്ചു കയറ്റാൻ നോർക്കണ്ടെന്ന് പറഞ്ഞു. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അരുന്ധതിയുടെ ലക്ഷ്മിനാണ്. അങ്ങനെ അരുന്ധതി പറഞ്ഞു, ലക്ഷ്മി ഇന്നലെ ആ പെണ്ണ് എന്തോ പലഹാരം ഉണ്ടാക്കിയിരുന്നല്ലോ, അത് തീർന്നോ? ഏട്ടത്തിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ, എന്തേ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അല്ല എന്തേ വല്യമ്മായിക്ക് അവളുടെ കൈപ്പുണ്യം അത്രയ്ക്ക് ഇഷ്ടമായോ എന്ന് പിങ്കിയും ചോദിച്ചു. പിങ്കി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അരുന്ധതി പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടൊന്നുമില്ല, ഈ ചായയുടെ കമർപ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചവയ്ക്കാലോ എന്ന് ഓർത്തിട്ടാന്ന് പറഞ്ഞു. എവിടെന്ന് ചുമ്മാ പറഞ്ഞാട്ടോ. അരുന്ധതിക്ക് വലിയ ഇഷ്ടമായി നമ്മുടെ നയന ഉണ്ടാക്കിയ സാധനം. അപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ അസൈൻമെന്റ് ഒന്നും കൂടെ കൊടുക്കട്ടെ, അതുകൊണ്ട് ഞാൻ കോളേജിലേക്ക് പോകുന്ന പറയുമ്പോൾ നീ അയാളുടെ അടുത്തേക്ക് പോവുകയാണോ മോളെ? വഴക്ക് പറഞ്ഞ ആ ഒരു പിശാചിന്റെ അടുത്തേക്ക്. അതെ അമ്മേ, ഏതായാലും ഇത് കൊണ്ടുപോയി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അരുന്ധതിയും പറഞ്ഞു, അല്ല മോളെ ഇത് അവിടെ കൊണ്ട് കാണിച്ചിട്ട് വല്ല വിശേഷം ഉണ്ടോ ഇനി? എനിക്ക് തോന്നുന്നത് എന്തോ പ്രശ്നം അയാൾക്കുണ്ടെന്ന്. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, അതെ എന്തോ ഒരു ശത്രുതയുണ്ട്.
എനിക്ക് ഉറപ്പാ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയൂ അയാള് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കാണ് പിങ്കി അവിടെ ഇരുന്ന് മനസ്സിൽ പറയുന്നത്, നല്ല ദേഷ്യമുണ്ട്. ആർക്ക്? പ്രൊഫസർക്ക്. ഞാൻ പറഞ്ഞു വിട്ട ആളല്ലേ, പിന്നെ എങ്ങനെയാ നന്ദ നിന്നോട് ദേഷ്യപ്പെടാതിരിക്കുന്നത്? ഇനി ഓരോ ദിവസവും നീ കിടന്ന് അനുഭവിക്കുന്നത് ഞാൻ കാണുന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദ പറഞ്ഞു, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഏതെങ്കിലും രീതിയിൽ സൈൻ മേടിച്ചല്ലേ പറ്റത്തുള്ളൂ, എനിക്ക് ഇതിന്റെ മാർക്ക് വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പൊ നന്ദ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ നയന അർജുൻ വിളിച്ച് വന്നത് കേട്ടോ. ഏതായാലും ഒരു ഹാൻഡ് ബാഗ് ഒക്കെ തോളത്തിട്ടിട്ടുണ്ട്, എവിടെയോ പോകാനാന്ന് തോന്നുന്നു പുള്ളിക്കാരിക്ക്. അർജുൻ വിളിച്ചു പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ചോദിച്ചു, അല്ല എങ്ങോട്ട് പോവാ നീ രാവിലെ? അതെ, എനിക്കൊരു യാത്രയുണ്ട്. കുട്ടീനെ ഏത് വേഷത്തിൽ കാണില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും നന്ദ സത്യമാണോ പറഞ്ഞത്? അതേന്നേ. അപ്പം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, നന്ദമോള് പറഞ്ഞത് ശരിയാ, അസലായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അരുന്ധതി പറഞ്ഞു, പിന്നെ അത്രയ്ക്ക് പറയാനൊന്നുമില്ല, നല്ല ഡ്രസ്സ് ഇട്ടാല് ആൾക്കാർക്ക് ഭംഗി തോന്നും, ചീത്ത ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെ ഭംഗി തോന്നൂല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പിങ്കി പറഞ്ഞു, എനിക്കും വല്യമ്മയുടെ അഭിപ്രായം തന്നെയാ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ആ ഒരു സീൻ കാണിച്ചിട്ട് വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായി. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.